ലാസ ഐസ്ക്രീമിന്റെ ഇന്നത്തെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിനയ് ഫോർട്ട് ഒരു ഫോർട്ട് കൊച്ചിക്കാരനായതുകൊണ്ടാണോ വിനയ് ഫോർട്ട് എന്ന് വന്നത്? അച്ഛന്റെ പേരൊന്നും അല്ല. ശ്രുത ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ടൈറ്റാനിക്കിലെ അമ്മൂമ്മയില്ലേ, സാരി വിട്ട് തേച്ചാണോ? ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആനിമൽ ജൂണിലെ എപ്പോഴാണ് നനയാൻ പോകുന്ന കെട്ടിയവനുമായിട്ട്? സുമതി അവിടെ നിൽക്കൂ, അങ്ങനത്തെ നാടകമാണോ? നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്താണ്? ടിപ്പു സുൽത്താൻ അറിയുമോ? ഞാൻ വിളിക്കാൻ പോകുന്നത് വളരെ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെയും സുന്ദരിയും സുമുഖിയുമായ മറ്റൊരു ചെറുപ്പക്കാരെയും. രണ്ടുപേരും രണ്ട് ദിക്കുകളിൽ നിന്ന് ഇവിടെ വന്ന് സംഗമിക്കാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് എത്തിച്ചേരാൻ പോവുക, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരുപാട് ചിത്രങ്ങൾ, ഋതു, അപൂർവ രാഗങ്ങൾ, ഷട്ടറിൽ ഒരു ഉഗ്രൻ കഥാപാത്രം, പിന്നെ റാസ്പുട്ടിൻ, പിന്നെ ഇനിയിപ്പോൾ ഇറങ്ങാൻ ഈ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിനോടൊപ്പം അഭിനയിച്ച 7th ഡേ എന്ന ചിത്രമാണ് കാത്തിരിക്കുന്നത്. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഫോർട്ട് കൊച്ചിക്കാരനായ വിനയ് ഫോർട്ട്. Hello, Mr. Vinay. How are you? I am fine. After a long time. Long time. നമ്മൾ നല്ല സുഹൃത്ത്. എവിടെ പോയി നിൽക്കുകയാണ്? ഇനി വരും, അടുത്ത് വരും. അടുത്ത് നിൽക്കുമ്പോൾ അകലം കൂടും, അകലം നിൽക്കുമ്പോൾ അടുപ്പം കൂടും എന്ന് പറഞ്ഞ ഒരു കവിയുടെ പേരറിയാൻ പറ്റുമോ? റീമി ടോമി. അഭിനയത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ പുതുമകൾ സമ്മാനിച്ച മലയാളികൾക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു ഫോർട്ട് കൊച്ചിക്കാരനായതുകൊണ്ടാണോ വിനയ് ഫോർട്ട് എന്ന് വന്നത്? അല്ല, നമുക്ക് ഈ സ്ഥലത്തിനോടുള്ള സ്നേഹം കൊണ്ട് കൂടിയിട്ടാ പേര് ഫോർട്ട്. ശരിക്കും ഫോർട്ട് അങ്ങനെ തന്നെ വന്നതാണ്, അല്ലാണ്ട് അച്ഛന്റെ പേരൊന്നും അല്ല. അല്ല, എനിക്ക് അറിയത്തില്ല. ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കോട്ട എന്നാണ് ശരിക്കും. അച്ഛന് കോട്ട എന്ന് പേരിടുന്നത് എനിക്ക് അതറിയില്ല. കാരണം ഈ ആംഗ്ലോ ഇന്ത്യൻസ് നെയിം ഒക്കെ അങ്ങനെ വരാലോ, സാധ്യതയുണ്ട്. ഞാൻ എന്റെ അർത്ഥത്തിലോട്ട് ഞാൻ ചൂഴ്ന്നിറങ്ങിയില്ല. അല്ല, ഈ സ്ഥലത്തിനോടുള്ള പേര് കൊണ്ടിട്ട് നമ്മൾ വിനയ് ഫോർട്ട്. ഫോർട്ട് കൊച്ചിയിലാണ് നമ്മുടെ ഈ ഷൂട്ടിംഗ് വരെ നടക്കുന്നത്. അതുകൊണ്ട് നീ ചെറുപ്പക്കാരനെ സ്വന്തം സൂക്ഷിച്ചോളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വാടക ഗുണ്ടകൾ പുറത്തു നിൽക്കുന്നുണ്ട്, എന്നെ ആക്രമിക്കാൻ അവരെല്ലാം കരുതിയാണ് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചന തന്നത്. ഇതുപോലെ എത്ര വാടക ഗുണ്ടകൾ കയറി ഇറങ്ങി പോയിരിക്കുന്നു, എന്നിട്ട് ഞാൻ നന്നാവുന്നില്ല വിനയ്, എന്നിട്ട് ഞാൻ നന്നാവുന്നില്ല. അടുത്തത്, നിങ്ങൾ തമ്മിലുള്ള ഹിസ്റ്ററി വർക്കൗട്ട് ചെയ്ത ഒരു നായികയെ ഞാൻ വിളിക്കാൻ പോവുകയാണ്. വിനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അതുകൊണ്ടാണല്ലോ നീ എപ്പോഴും 1, 1, 3 വരുന്ന ആൾക്കാർ എപ്പോഴും ഭയങ്കര കൂട്ടുകാരായിരിക്കും. അപ്പൊ വിളിച്ചോ, നിങ്ങളുടെ സ്വന്തം ആളല്ലേ? നിങ്ങൾ വിളി. ശ്രുത അല്ലേ? ശ്രദ്ധ കാകളി വൃത്തത്തിൽ 2ാം പാദത്തിൽ അന്തിമമായി 2 അക്ഷരം കുറഞ്ഞിടുക, അത് മഞ്ചരി ആയിടും. അല്ലെ, ഇവിടെ വാ. എത്തി വന്നു നമ്മുടെ ശ്രുത. ഹലോ, ഇതാരിത്? ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്ന. ഓ, അവിടെ ഇത്ര സ്ട്രോങ് കെട്ടിപ്പിടുത്താം എനിക്ക് അത്ര ഇല്ലായിരുന്നല്ലോ മോളെ. അത് തോന്നുന്നത് ഞാൻ നന്നായിട്ട് വരൂ. കാരണം ഈ കുട്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഒരു കാര്യം, മുഖസ്തുതി അല്ല. ഓർഡിനറി സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടു. ഓർഡിനറിയിലെ നായികയാണ്. ആ നായികയൊക്കെ മാറിപ്പോയി. ആ നായിക നാടൻ കുലീനതയുള്ള ശാലീനതയുള്ള കുട്ടി പച്ച പരിഷ്കാരി പെണ്ണായി മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിൽ ചെന്ന് രാപ്പാർത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സ്റ്റൈലായി, പക്ഷെ ഭയങ്കര സുന്ദരിയായിരിക്കുന്നു. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പൊങ്ങിപ്പോവരുത്. പൊങ്ങിപ്പോവോ? ടൈറ്റാനിക്കിലെ അമ്മൂമ്മയില്ലേ? ഇല്ല മോളെ, ടൈറ്റാനിക്കിലെ നായിക കേറ്റ് വിൻസ്ലെറ്റ്. അതെ, കേറ്റ് വിൻസ്ലെറ്റിനെ പോലെ. ബ്രേസ്ലെറ്റ് അല്ലല്ലോ, കേറ്റ് വിൻസ്ലെറ്റ് അല്ലേ? ശരിക്കുള്ള പേര് പാർവതി എന്നാണ്. ഞാൻ പാറു എന്ന് വിളിക്കാം. പാറു എന്ന് ഒരു പക്ഷെ വേറെ ആളായിരിക്കും വിളിക്കുക. വിനയ് മാത്രം വിളിക്കുന്ന പേരായിരിക്കും ആളുകൾ വിളിക്കാറുണ്ട്. നമുക്കൊരു കാര്യം, ഒരു പഴയ ഒരു പാട്ട് പാടിക്കൊണ്ട് നിങ്ങളെ ഒരു ഇച്ചിരി നൊസ്റ്റാൾജികൾ, നിങ്ങളുടെ അച്ഛനമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. നിങ്ങളും കേട്ടിട്ടില്ലാണ്ട്, കാരണം അത്ര ഹിറ്റ് പാട്ട് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ സാറിന്റെ ഒരു പാട്ടാണ്. ഒന്നിച്ച് പാടിയാലോ? കരിമുകിൽ കാട്ടിലെ രജനി പോയിക്കൂടെ? യാത്രയായി
കരയിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലെ രജനി തന്തി പാടിക്കോ അമ്മയൊക്കെ പാടി തന്നിട്ടില്ലേ കനകാംബരങ്ങൾ വാടി പഠിപ്പിച്ചു തരാം കടത്തു വെള്ളം പാടണ്ട യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ ഒരിക്കലും നീ മാത്രമാവുന്നില്ല നിനക്ക് കൂട്ടായി ഈ ഒരു കരയിൽ നിനക്ക് കൂട്ടായി വിനയ് ഫോർട്ടിനെയും ദൈവം തന്നിരിക്കുന്നു നിങ്ങൾ ഒന്നിച്ചൊരു യാത്ര നമ്മൾ 3 പേരും കൂടെ ഒന്നിച്ചൊരു തോണിയിൽ യാത്ര ചെയ്യാൻ പോകുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 പവർഡ് ബൈ ലാസ ഐസ്ക്രീമിന്റെ മനോഹരമായ സംവാദ സെക്ഷനിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു വിനയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്ത് ഈ ഗൗൺ ഇട്ടുകൊണ്ട് വരാനുള്ള കാരണം അയ്യോ എന്തോ ഭയങ്കര സുന്ദരിയായിരിക്കുന്നു ഈ ഗൗണിനെ പറ്റി വാചാലിയാവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്നോട് 2 ദിവസം മുമ്പേ വിളിച്ചു പറഞ്ഞു ഈ ഗൗണിനെ പറ്റി ചോദിക്കണം ഞാനൊരു ഗൗൺ ഇട്ടിട്ട് വരും നിങ്ങൾ ആ ഗൗണിനെ കുറിച്ച് ചോദിക്കണം ഇപ്പൊ തന്നെ എന്നെ ഓർമ്മിപ്പിച്ചു. എന്നോടും പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു പിന്നെ എങ്ങനെയുണ്ട് കൊള്ളാം ഇല്ല ഇല്ല ഇത് ഞാനുണ്ടല്ലോ ഇന്നലെയാണ് ഇതിന്റെ സാരി വെട്ടി തയ്ച്ചാണോ എന്റെ അനിയൻ ചോദിച്ചു കർട്ടൻ വെട്ടി തയ്ച്ചാ ഇല്ല അല്ല കേട്ടോ നമ്മുടെ അവിടെയൊക്കെ മറ്റേ നൈറ്റി എന്ന് പറയുന്ന ഒരു അയ്യോ അതല്ല നൈറ്റി പിന്നെ നൈറ്റിയുടെ ഒരു ഇതൊന്നും എന്നൊക്കെ ഞാൻ പറയട്ടെ ഇത് ഇന്നലെ ഞാൻ പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട് ഞാൻ ഔട്ട്ഫിറ്റ് എടുക്കാൻ പോവാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ കൂതരയുടെ ഷൂട്ട് കഴിഞ്ഞ് ലാസ്റ്റ് പടമാണോ അടുത്ത പടമാണോ അതെ അപ്പൊ ലാലേട്ടനുണ്ട് കേട്ടോ മോളുടെ അടുത്ത പടമാണോ അത് സ്റ്റേറ്റസ് മാറിയോ അതെ അപ്പൊ അതിലെ ആക്ട്രസ് ഗൗതമി നായർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഗൗതമിയും വരാന്ന് പറഞ്ഞു ഗൗതമിയുടെ ഡ്രസ്സ് മോൾ അടിച്ചു മാറ്റിയതാണോ ഇത്? അല്ല അപ്പൊ ഗൗതമി നമ്മൾ ഒരുമിച്ച ഷോപ്പിംഗ് ഗൗതമി ഇട്ട ഡ്രസ്സ് മോൾ പൈസക്ക് വാങ്ങിയതാണോ അല്ല ഞാൻ പറയട്ടെ അപ്പം ഇത് പുള്ളിക്കാരിയാണ് സെലക്ട് ചെയ്ത് തന്നെ നന്നായിട്ടുണ്ട് ഗൗതമി നായർക്ക് ഒരു അബദ്ധം പറ്റി നല്ല ഉഗ്രൻ ഇല്ല കേട്ടോ നല്ല ഫ്രോക്ക് ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് വിനയോട് ചോദിക്കുന്നത് പണ്ടത്തെ നമ്മുടെ ശ്രുതിയിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് വന്നിരിക്കുന്നു ഭയങ്കര മോഡേൺ ആയി ഭയങ്കര എന്താ പറയാ ഒരു കൂടുതൽ സുന്ദരിയായിരിക്കുന്നു വിനയ്ക്ക് ശരിക്കും പഴയ ഒരു നാടൻ ഒരു ഒരിക്കലും അല്ല അത് ഈ ശ്രുതേനെയാണോ ഇഷ്ടം അല്ല നമുക്ക് അങ്ങനെയില്ല എനിക്ക് തോന്നുന്നു ഓരോ സിനിമകളിലും ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ശ്രുതിയിൽ അതൊരു നല്ല കാര്യമാണ് എന്തോ കല്യാണക്കാര്യത്തിന്റെ മണമൊക്കെ അടിക്കുന്നുണ്ടോ എന്നൊരു സംശയം ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവൾ ജൂണിലെ നിലാമഴ നനയുന്നൊക്കെ കൊള്ളാം പക്ഷെ പനി പിടിക്കാണ്ട് സൂക്ഷിച്ചോളാം തീർച്ചയായിട്ടും എപ്പോഴാണ് നനയാൻ പോകുന്ന കെട്ടിയവനുമായിട്ട് ഞാനിപ്പോ കുറച്ച് മൂവീസ് ഒക്കെ കമ്മിറ്റ് മലയാളികൾ കാത്തിരിക്കുകയാണ് ആ വർഷകാലത്തിന് വേണ്ടി വർഷകാലത്ത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര രസകരമായ വർഷകാലം അല്ലായിരുന്നു അതൊരു പഞ്ഞ മാസമായിരുന്നു ആർക്കായിരുന്നു ഭർത്താവനായിരുന്നു രണ്ടുപേർക്കും കഞ്ഞിമാസോ പഞ്ഞമാസോ ഇപ്പൊ എങ്ങനെയുണ്ട് നന്നായി പോണം എന്നൊക്കെ പറയാം മോളെ സുഖമായിട്ടിരിക്കുന്ന ജീവിതത്തിൽ എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തം ഉണ്ടാവും വഴക്കുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ വീണ്ടും നമ്മൾ ആ ഒരു വഞ്ചിയിൽ കയറി യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അപ്പോഴും വഞ്ചിയിൽ നിന്ന് എടുത്ത് ചാടാൻ ചിലപ്പോൾ തോന്നുമെങ്കിൽ നമ്മൾ ഓർക്കും അയ്യോ ഈ വഞ്ചി തന്നെ മതി എന്ന് നമുക്ക് പിന്നെ തോന്നും കാരണം അതാണ് ജീവിതത്തില് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവിയിലോട്ട് കല്യാണം കഴിക്കുന്ന വിനയ കല്യാണം കഴിച്ചാണോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഒരു കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനെ ചൂണ്ടി കല്യാണം കഴിച്ചല്ലെന്ന് പറഞ്ഞേക്കാ അവന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും അത് കല്യാണം പക്ഷേ എന്റെ ഭാവി അമ്മായപ്പനും അമ്മായിയമ്മയ്ക്ക് ഈ പരിപാടി കാണുന്നുണ്ടാവാം അപ്പൊ അവരൊരു പക്ഷെ ഞെട്ടും ഒരു പക്ഷെ ഞാൻ കല്യാണം നടന്നില്ല ചുരുക്കി പറഞ്ഞ ഏതെങ്കിലും സിനിമ കണ്ട് വിനയനെ ആ ഞങ്ങളുടെ പെൺകൊച്ചിനെ ആലോചിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഭാവി അമ്മായിപ്പനും അമ്മായിമ്മയും അമ്മായിപ്പനെ അമ്മായിമ്മയാണ് ഉദ്ദേശിച്ചത് ഈ പരിപാടി ടിവിയിൽ വരുന്നതോടുകൂടി എന്റെ കാര്യത്തിൽ ശ്രുതയുടെ അമ്മ എന്നെ നോക്കി പേടിപ്പിക്കുന്ന ഒരിക്കലും ഇല്ല കേട്ടോ ഇവര് തമ്മില് റാസ്പുട്ടിൻ എന്ന സിനിമയിൽ അഭിനയിച്ച അല്ലാണ്ട് യാതൊരു കല്യാണമോ ഗേൾഫ്രണ്ടോ ഒന്നുമല്ല ഏറ്റവും അടുത്ത അടുത്തിരിക്കുന്ന ഒരു സുഹൃത്തുക്കൾ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല മാനസികമായിട്ട് വളരെ അടുത്ത സുഹൃത്ത് ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്
ഒത്തിരി റൗണ്ടുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. വരും മക്കളെ, ഞാൻ നിങ്ങളെ നമ്മുടെ ഒരു വിശാലമായ മൈതാനത്തോട്ട് നിങ്ങളെ എന്തൊക്കെയോ തപ്പിപ്പിടിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. വാ, ഇവിടെ 4 ബോളുകൾ ഇരിക്കുന്നു. ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. ആരാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുക? അത്രേ ഉള്ളൂ, കണ്ണു കെട്ടുന്നത് മാത്രം. ഇവിടെ തന്നെ നിർത്തി ഞാനൊന്ന് കറക്കി വിടും. നിങ്ങൾ പോയിട്ട് ഈ ബോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന്. ഈ 4 എണ്ണത്തിൽ ഇത്ര സമയത്തിനുള്ളിൽ ആരാണോ ഏറ്റവും കൂടുതൽ ബോൾ എടുക്കുന്നത് അവർക്ക് മിസ്റ്റർ ബട്ട്ലേഴ്സ് അല്ലെങ്കിൽ ലാസ് ഐസ്ക്രീമിന്റെ ഒക്കെ സമ്മാനമുണ്ട്. അതുകൊണ്ട് മത്സരത്തെ ഗൗരവപൂർവ്വം കാണുക. മത്സരം തുടങ്ങുന്നു. ആദ്യം എന്ത് വേണം? ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, റെഡി. അല്ല, ആദ്യം വിനയ് ചെയ്തോട്ടെ. ഒരു കാര്യം, വിനയ് വാ. വിനയ് കണ്ണ് കെട്ടിക്കോ. ശ്രുതയുടെ കണ്ണ് കെട്ട്. അപ്പൊ ഇതാ നമ്മുടെ മത്സരം തുടങ്ങിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ശ്രുത എത്ര ബോളുകൾ കൈക്കുള്ളിലാക്കുന്നു എന്നതാ വിനയ് കറക്കി വിടാൻ മിടുക്കനാണെന്ന് തോന്നുന്നു. അതെന്താ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടാണോ? നല്ല കൊച്ചല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കും. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, അതിന്റെ അടുത്ത് എത്താറാമോ ഒന്ന് പറയണം. അതിന് മുമ്പ് മോള് തന്നെ അറിഞ്ഞോളൂ. ആ, തിരിഞ്ഞു കറഞ്ഞു. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, തള്ളരുത് പ്ലീസ്. സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് പറയണേ പ്ലീസ്. ആദ്യം ഫ്രണ്ടിലോട്ട് പോകണമെന്നില്ല. ഏകദേശം ബോളിന്റെ പരിസരങ്ങളിലൊക്കെ മേച്ചിൽ പുറങ്ങൾ തേടി നടക്കും ഇടയ കന്യകയോ, ഇടയ കന്യകേ പോവുക നീ. ബോളിന്റെ അടുത്തെത്തി. അടുത്ത് വലത്താനെ കിട്ടി. ബോള് കിട്ടിയിരിക്കുകയാണ്. വിനയ് മേടിച്ചു. സമയം തീരാൻ പോകുന്നു. ശ്രുത ഒന്നും കൂടെ ഫാസ്റ്റ് ആവേണ്ടത്. തട്ടി. രണ്ടാമത്തെ ബോൾ മിസ്സായി. ഇതിന്റെ നേരെ ആയിരുന്നില്ല. പോട്ടെ, ആ ബോൾ വിട്ടിരിക്കുന്നു. ഇനി 2 ബോളുകളാണ് ഉള്ളത്. ഒരു ബോൾ താഴെ പോയി, ഒരു ബോൾ കിട്ടിയിരിക്കും. ഒരൊറ്റ പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ശ്രുതയ്ക്ക്. സമയം അവസാനിക്കാറായി. 2 ബോൾ കിട്ടിയിരിക്കുകയാണ്. സമയം അവസാനിക്കാൻ മിനിറ്റുകൾ, നിമിഷങ്ങൾ, സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കവേ ഇനിയുണ്ട്. ഒരു ബോളും കൂടെ ഉണ്ട്. ആ ഒരു ബോളും കൂടെ കിട്ടുമോ ഇല്ലയോ? 5 സെക്കൻഡ്. 1 2 3 4 5 കഴിഞ്ഞു. ഇത് കാണാമായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. നമ്മുടെ ബോൾ റൗണ്ടില് ശ്രുത കൈക്കുള്ളിലാക്കിയത് എത്ര ബോളാണ്? 2 ബോളാണ്. 4 ബോളിൽ 2 ബോൾ പിടിക്കാൻ ശ്രമിച്ചു. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു വിശ്വാസക്കുറവ്. ഓക്കെ, റെഡി. റെഡി, ദാ ടൈം സ്റ്റാർട്ട്സ് നൗ. തിരിച്ചു വിട്ടോ, എങ്ങോട്ടെങ്കിലും വിട്. ഓക്കെ, അടുത്തെത്തില്ല ബോളിന്റെ. അയ്യോ, ബോളിൽ ഇപ്പൊ ഇരിക്കും. ഇങ്ങനെ കെട്ടിയപ്പോ ചാക്കോച്ചന്റെ ഷേപ്പ് പെട്ടെന്ന്. ചാക്കോച്ചൻ, കുഞ്ചാക്ക ബോബൻ. ഇല്ല, നിലത്തുനിന്ന് ഇനി കിട്ടുവോ? നിലത്ത് പോയ ഫൗളാണ് കേട്ടോ. നിലത്ത് പോയാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. കുഞ്ചാക്ക ബോബൻ ദാ ബലൂണിൽ ഇരിക്കാൻ പോണു. സത്യം. ഇതാ 3ാമത്തെ ബോളിൽ ചവിട്ടി. 2 പോയിന്റ്സ് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഇല്ല, പിന്നെ എങ്ങാനും മുട്ടി കഴിഞ്ഞാ വേറെ ശരി. ഇനി മത്സരം അവസാനിക്കാൻ പോകുന്നു. 5 പ്രാവശ്യമാണ്. 1 2 3 4 5 3 പ്രാവശ്യം പറഞ്ഞു. ഇതെനിക്ക് തോന്നുന്നത് പഠിച്ച കള്ളനും പഠിച്ച് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച ഇതാണോ എന്ന് എനിക്കൊരു സംശയം. ഈ കള്ളത്തരം. ഞാനൊരു സത്യം ചോദിക്കട്ടെ, ഒട്ടും കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ണടച്ച് വിടാൻ വേണ്ടി വന്നിട്ട് മറിക്ക് നമുക്ക് സെൻസ് ഇത്ര സ്പേസ് ഉള്ളൂ. സൗണ്ട് കേട്ടാ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. എങ്ങാനും അബദ്ധവശാലെങ്ങാനും. ശരി, സമ്മാനം പോയി ഓടിപ്പോയി എടുത്തു. ശ്രുത ഓടിപ്പോയി എടുത്തു.
വിനയ് ഫോർട്ട് തന്നെയാണ് സമ്മാനദാനം നിർവഹിക്കുന്നത്. മലയാള സിനിമയിലെ താരസുന്ദരി ശ്രദ്ധയാണ്. ഉഗ്രൻ കൈയടി ഗെയിം അവസാനിക്കുമ്പോൾ വീണ്ടും മിസ്റ്റർ ബട്ട്ലേഴ്സ് റെവല്യൂഷൻ EX1 preset timer LED display and soft touch button. വിനയ്, ഈ ചെറുപ്പക്കാരന്റെ കഴിവ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഷട്ടർ എന്ന ഒരൊറ്റ ചിത്രം കണ്ടാൽ മതി. അത് ഒരൊറ്റ ചിത്രം കണ്ട് മിണ്ടാണ്ടിരുന്നാൽ പോരാ, ഡയറക്ടേഴ്സ് ബാക്കി ചിത്രത്തിലോട്ട് വിളിക്കണം. തീർച്ചയായിട്ടും ഇത്രയും നാളത്തെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റിയത് ഷട്ടർ തന്നെയാണോ? എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഓരോ തരത്തിൽ പ്രിയപ്പെട്ടതാണ്. പക്ഷെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഷട്ടർ ആയിരിക്കും. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടൊക്കെ ഇറങ്ങി അവിടുന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ എന്തോ നാഷണൽ അവാർഡൊക്കെ കിട്ടിയില്ലേ അവിടെ? നാഷണൽ അവാർഡ് ഒന്നുമല്ല, ഞാൻ ബേസിക്കലി ഞാൻ ഒരു തിയേറ്റർ ആക്ടറാണ്, നാടക നടനാണ്. അപ്പോൾ നാടകം കളിക്കുന്ന ടൈമിൽ എനിക്കൊരു സുമതി അവിടെ നിൽക്കൂ അങ്ങനത്തെ നാടകമാണോ? ഒരിക്കലും അല്ല എൻ്റെ പൊന്നു ചേച്ചി. അല്ല, ഞാൻ ലോകധർമ്മി എന്നൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ അമച്ചൂർ നാടകങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഇതിൽ ഞാനൊരു പ്രസ്താവന കണ്ടു. മലയാളത്തിൽ ഓർഡിനറിയിൽ അഭിനയിച്ചു, പിന്നെ എന്താ പറയുക, ഒന്നും മിണ്ടാതെ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പടം വരുന്നു, കൂതറ എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ ഈ സിനിമ വരുന്നു. പക്ഷെ ഇത്രയൊക്കെ കഥാപാത്രങ്ങൾ കിട്ടിയിട്ട് മോളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, മലയാളത്തിൽ എനിക്ക് വേണ്ടത്ര ശ്രദ്ധേയമായ റോളുകൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല ഓഫറുകൾ വരുന്നില്ല, എൻ്റെ കഴിവ് മനസ്സിലാക്കുന്നില്ല. പക്ഷെ തമിഴിൽ എനിക്ക് നല്ല ഓഫറുകൾ കിട്ടിത്തുടങ്ങി. അത് ഉള്ളിൻ്റെ ഉള്ളിൽ വേദന അത്രയും പുറത്തു വന്നതാണോ? അത് ഇല്ല, അങ്ങനെയല്ല. ഓർഡിനറി കഴിഞ്ഞിട്ട് ഓഫേഴ്സ് അത് അത്ര ഹിറ്റ് ആയതുകൊണ്ട് ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാം അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങനെ വന്ന് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തു. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ മൂവി സൈൻ ചെയ്തത്. വിനയ് പക്ഷേ ഈ കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ സംതൃപ്തനാണോ? നല്ല അതേ വിനയുടെ കഴിവിനനുസരിച്ച് ശരിക്കും ഈ ഷട്ടർ പോലത്തെ ധാരാളം സിനിമകൾ വരുന്നുണ്ടോ? ഷട്ടറിന് ശേഷം പ്രത്യേകിച്ച് ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാര്യം ഞാനൊരു 4 സിനിമയോളം ചെയ്തു, മേജർ റോൾസിൽ 4 സിനിമകൾ റിലീസാവും. ഞാൻ ശ്രദ്ധിച്ചത് ഈ വിശാല നെറ്റിയുള്ള ഒരു വിശാല മനസ്കരായിരിക്കും. ഇന്ന് പലതരം ഉൽപ്പന്നങ്ങൾ വന്നിട്ടും ഫഹദ് ഫാസിലിന്റെ ഒരു ട്രെൻഡ് പിടിക്കാനാണോ, അത് ഇതാണോ ഇഷ്ടം? വിനയ്ക്ക് ഇഷ്ടം? എനിക്ക് ഇത്ര മുടിയുള്ളൂ, ഞാൻ എന്ത് ചെയ്യും? പക്ഷേ ഇത് ഭയങ്കര ഭംഗിയുണ്ട്. കൂടുതൽ ഡയറക്ടേഴ്സ് നമ്മളോട് പറയാല്ലേ കഥാപാത്രത്തിന് ലുക്കും കാര്യങ്ങളൊക്കെ, അപ്പൊ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പിയറൻസ് ഇതാ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കഥാപാത്രത്തിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിഗ് ഉപയോഗിക്കാം. അതെ, അതാണ് ഇങ്ങനെ ഒരു ഹെയർ ഉണ്ടെങ്കിലുള്ള ഗുണം. ഇപ്പൊ സിദ്ദിഖേട്ടൻ എങ്ങനെ മുടിയാക്കി ആ രൂപത്തിലോട്ട് പെട്ടെന്ന് അദ്ദേഹം താതാത്മ്യം പ്രാപിക്കുന്നത് നമ്മൾ ഞെട്ടിപ്പോകും. ആ ഒരു ഗുണം നമ്മുടെ വിനയ്ക്കുണ്ട്. അതുപോലെ വിനയ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന 7th ഡേ പൃഥ്വിരാജിന്റെ കൂടെ ഒരു എന്താ അത്രയും ഒരു ലീഡ് റോളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പം അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസിൽ തന്നെ അഭിനയിക്കാൻ സാധിച്ചു. നല്ല അഭിനയ സാധ്യതയുള്ള കഥാപാത്രമാണ്, വലിയ റിലീസാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ആ സിനിമ കാണും, അതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ്. വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് വിഷമം ഉള്ള കാര്യം തുറന്ന് പറയാം. നിങ്ങൾ പ്രത്യേകിച്ച് വിനയിനെ ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് കാശ് കൊടുക്കാണ്ടൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് അത് ഇത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു കോമൺ പ്രശ്നമാണ് ശരിക്കും. എനിക്ക് മാത്രമല്ല, ഒരുപാട് ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു എല്ലാ ആളുകൾക്കും ഉണ്ട്. ഞാൻ എക്സെപ്ഷണൽ അല്ല. എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്ന പറയാനുണ്ട് എന്തെങ്കിലും? എനിക്ക് ഇതുവരെ ആരും അങ്ങനെ തരാതിരുന്നിട്ടില്ല. പക്ഷെ ഒരു നമുക്ക് തന്നതിൽ പറഞ്ഞ പൈസ ഇല്ലായിരുന്നു. അങ്ങനെയല്ല, പറഞ്ഞ പോലെ എഗ്രിമെന്റ് ചെയ്ത പോലെയൊക്കെ തരാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്കത് തരാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുറെ പ്രാവശ്യം അത് ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും വിജ്ഞാനപ്രദമായ ഒരു പ്രോഗ്രാമായി മാറുമാണോ ഈ 113 എന്ന് എനിക്ക് തോന്നിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്കൊരു ഡാൻസ് കാണേണ്ടതായിട്ടിരിക്കുന്നു. ഈ ഡാൻസിനെ പറ്റി പറയാൻ ഡാൻസ് എന്നല്ല പറയേണ്ടത്, രാജസ്ഥാനിൽ നിന്ന് വന്നൊരു കലാകാരനുണ്ട്. ഹിന്ദി में बात करना चाहिए मैं उससे, क्योंकि उसको हिंदी ही मालूम है और कोई लैंग्वेजेस नहीं मालूम है, आती नहीं है. तो तुम लोग को हिंदी मालूम है तो उससे बात कीजिए. ओके. मने गोद्या ले लो छेले लावण के लाग्यो भरबूट्यो. मने गोद्या में ले लो छेले लावण के लाग्यो भरबूट्यो. हो अशोक शो भरबूट्यो मर सारो जो बन लुट्यो. हो अशोक शो भरबूट्यो मर सारो जो बन लुट्यो. धीरे धीरे गोद्या ले लो छेले लावण के लाग्यो भरबूट्यो.
शोबर फूट्यो मारो सारो जो बन लूट्यो मन गोद्या दे गोद्या रे ले लो चेले लावण के लाग्यो बर बूट्यो मारा ससुरा जी ने के जो सोनारी नतड़ी लाजो मारा ससुरा जी ने के जो सोनारी नतड़ी लाजो कशो बर फूट्यो मारो सारो जो बन लूट्यो मन गोद्या धीरे धीरे गोद्या ले लो चेल लावण के लागो बर फूट्यो हे विजयनगर में जाजो ताठे करी बोतल लाजो हे विजयनगर में जाजो मारे रम की बोतल लाजो अरे भाई साहब, माय गॉड, बिलीव नहीं कर सकता, आप बहुत बड़ा टैलेंटेड आर्टिस्ट है। आप कहाँ से हैं? हम राजस्थान से। राजस्थान से। ये गाना कौन से लैंग्वेज में है? ये हमारा राजस्थानी सॉन्ग है। ओ, राजस्थानी सॉन्ग है। सॉन्ग भयंकर रसायती अच्छा है, बोल रहे हैं ये बहुत सही है, सुंदर बहुत लड़की बोल रहे हैं, ये मलयालम का बहुत बड़ा आर्टिस्ट you, है। sir. मालूम है दोनों को, विनय फोर्ट एंड श्रद्धा ऑर्डिनरी। And I am very super fast here. Okay. राजस्थानी लैंग्वेज हिंदी जैसा ही है। हिंदी जैसा ही है, हमारा प्योर मारवाड़ी चलता है। आहा, क्या नाचते हैं आप कृष्णन के जगह कितना सूट करते हैं, इधर नाच के बैठ के सोचते डांस। मुझे भी भगवान कृष्ण को मैं बहुत प्यार करते हैं। Okay, मैं भी thank you. ऐसा गाना गाने में ऐसा करते हैं। ओके मैडम। थैंक यू सो मच, थैंक यू जी। चेन्नई में मैं रहता हूँ, ओके, मद्रास। आपका नाम माणिकचंद है। मेरा नाम माणिकचंद है। आप चेन्नई में रहते हैं। हाँ, चेन्नई में रहता हूँ और मैं बहुत प्रोग्राम मैं आपको माणिचन बुलाऊंगी। ओके थैंक यू മാണിച്ച, मैडम। താങ്ക് യു. ഓക്കെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 പവർഡ് ബൈ ലാസ ഐസ്ക്രീമിന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ പൊതുവിജ്ഞാന റൗണ്ട്. ക്വിസ് റൗണ്ട്, അതിനുള്ള പ്രോപ്പർട്ടീസ് ഇതാ നിരന്നാലും പെട്ടെന്ന് തന്നെ. നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആ ക്വിസ് റൗണ്ടിലൂടെ ഞാൻ നിങ്ങളുടെ പ്രിയ ഇഷ്ടതാരങ്ങളെ കൊണ്ടുപോവുകയാണ്. എല്ലാവർക്കും അറിയാം, 5 ഉത്തരം ചോദിക്കും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് ചൂസ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട് അത് നാണിച്ചു നിൽക്കേണ്ട ഒരു സംഭവം നമ്മുടെ ഇതിലില്ല. അപ്പൊ ആദ്യം നമുക്ക് വിജ്ഞാനത്തിൽ കുറച്ച് മുൻപന്തിയിലുള്ള എനിക്ക് തോന്നുന്നു വിനയനോട് തന്നെ ആദ്യത്തെ ചോദ്യം നിൽക്കാം. മുൻകൂർ ജാമ്യം വേണ്ട. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ആദ്യമായി ഗോൾഡ് മെഡൽ നേടിയ മലയാള ചലച്ചിത്രം. ചെമ്മീൻ. അല്ല, അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, അതുകൊണ്ട് എനിക്കറിയാം. അല്ലെങ്കിൽ എന്റെ GK ലൈക്ക് ചെമ്മീനല്ലേ? ഒരു തരം, 2 തരം, 3 തരം, 100% ഉറപ്പാണ് അല്ലേ? ഇദ്ദേഹം പറഞ്ഞ ഉത്തരം കറക്റ്റ് ആൻസർ, ചെമ്മീൻ. മലയാള സിനിമയുടെ പിതാവാര്? ഇപ്പോൾ മൂവി വന്നില്ലേ കമൽ സാറിന്റെ, ജെസി ഡാനിയൽ. ജെസി ഡാനിയൽ. ഷോ, ഒരു ഓപ്ഷൻസ് എടുക്കേണ്ടി അത് മറക്കില്ല, കാരണം വെച്ചാൽ മൂവി സെല്ലുലോഡ് എന്ന ചിത്രവും മലയാള സിനിമയുടെ പിതാവ്, ഇതൊക്കെ നമ്മള് വേറൊരു ഇപ്പൊ ഇന്ദിരാഗാന്ധി എന്ത് മരിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. ആഹാ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ എന്റെയാണോ? അതിപ്പോ ഇദ്ദേഹത്തിന് രാമോജിറാവ്. രാമോജിറാവ് ഫിലിം സ്റ്റുഡിയോ കറക്റ്റ് ആൻസർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല? ആരോടാ? എന്നോടാ? കേരളത്തിന്റെ സാംസ്കാരിക നഗരം? കുറച്ച് നീട്ടമൊക്കെ ഉണ്ട്. മീൻസ്
വലിയ ക്ലൂ ഇല്ല, കാരണം ഇത് ഭയങ്കര എളുപ്പമായി പോയി. കുറെ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഉത്തരം കിട്ടുകയില്ല. 1 2 3 4 5. കേരളത്തിന്റെ സാംസ്കാരിക നഗരം ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം, തൃശ്ശൂർ. ഇത്ര സമയം എടുത്തോന്റെ പേരിൽ ഒരു ഓപ്ഷൻ എടുത്തോ. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം. കള്ളൻ പവിത്രൻ എന്ന സിനിമയുടെ സംവിധായകൻ പത്മരാജൻ. ഹലോ, ഇതെന്ത് കള്ളൻ പവിത്രൻ? ഞാൻ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളാണ്. മനസ്സിലായി. വിട്ടുപിടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല? ഞാൻ താമസിക്കുന്നിടത്ത് ഒരു നദിയുണ്ട്, പെരിയാറ്. പക്ഷെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് ചോദിക്കുന്നത്. ടോട്ടൽ എത്ര നദികളുണ്ട്? ടോട്ടൽ എത്ര ജില്ലകളുണ്ട്? അതൊക്കെ എനിക്കറിയാം. 14. അതില് ടോട്ടൽ നദികൾ 44 ആണോ? എനിക്കറിയില്ല. 41 എത്ര? ശരി, നമുക്കിവിടെ അറിയേണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല. നമ്മൾ എപ്പോഴും ഒരു ക്ലൂ വരുമ്പോൾ പറയും ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ എന്ന് പറയും. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ. അപ്പൊ കന്യാകുമാരി തമിഴ്നാട്ടില. കാസർഗോഡ് ആണോ? തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം. ഏതെന്ന് ഓർപ്പിച്ചോ? പറ. അങ്ങോട്ട് കണ്ണിലൂടെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. ശരി, ഓപ്ഷൻസ് തെരഞ്ഞെടുത്തോളൂ. ഉത്തരം കാസർഗോഡാണ് അതോ തിരുവനന്തപുരമാണോ? ഉത്തരം കാസർഗോഡ്. ശരിയാണ്. ശരി ഉത്തരം. നല്ലൊരു കൈയടി കൊടുക്കുക. അല്ല, ഇവിടം മുതൽ ഇവിടം വരെ എന്ന് പറയുമ്പോൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന് പറയും. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ഏത് വർഷത്തിലാണ് ആദ്യമായി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നത്? ഏത് വർഷത്തിലാണ് രാഷ്ട്രപതി ഭരണം കേരളത്തിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നത്? ഇപ്പൊ ഇല്ലേ? ഇപ്പൊ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഇല്ല. പണ്ട് ഉണ്ടായിരുന്നു, ഒരു വർഷം, ഈ വർഷം ഉണ്ടായിരുന്നു. അറിഞ്ഞൂടാ. ശരി, അതിന്റെ ഓപ്ഷൻസ് ചൂസ് ചെയ്തു. അതിന്റെ ഉത്തരം 1959. നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാന്ന് അറിയാൻ പറ്റുമോ? ഷീല ദീക്ഷിത്. ഇപ്പൊ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തില് ഈ ഇലക്ഷൻ സമയത്ത്. ഓപ്ഷൻസ് തെരഞ്ഞെടുത്തു. കൂടെ വന്നിരിക്കുന്ന സുഹൃത്തിനെ കുറിച്ച് പുകഴ്ത്തിയും താഴ്ത്തിയും 45 സെക്കൻഡിൽ പറയുക. സമയമില്ല, 45 സെക്കൻഡുകൾ. ശരി, താഴ്ത്തി പറഞ്ഞാൽ മതി 45 സെക്കൻഡ് കൊണ്ട്. 1 2 3 സ്റ്റാർട്ട്. പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത്. കുലുക്കിത്തക്കത്തെ വേണ്ട. ഇത് പാവയ്ക്ക ജ്യൂസാണോ? അത് പാവയ്ക്ക ജ്യൂസാണ്. ലൈം ജ്യൂസാണ്. അദ്ദേഹത്തിന് ലൈം ജ്യൂസാണ്. ഇദ്ദേഹത്തിന് ഒരാളെ പറ്റി താഴ്ത്തി പറയാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് ഇദ്ദേഹം പാവയ്ക്ക ജ്യൂസ് കുടിക്കണം. യേശുക്രിസ്തു പോലും ഇങ്ങനെ ചെയ്യല. മതി, അത് മതി. നല്ലതെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കുടിക്കുവോ പാവയ്ക്ക ജ്യൂസ് ഒക്കെ? പട്ടിണിയായിരുന്നോ? അടുത്ത ചോദ്യം വീണ്ടും വരികയാണ്. ലോങ്സ്റ്റ് ഡേ ഇൻ ഇന്ത്യ ഏത് ദിവസം? ലോങ്സ്റ്റ് ഡേ ഇൻ ഇന്ത്യ, ഏറ്റവും ദൈർഘ്യമുള്ള ദിവസം ഇന്ത്യയിലെ. എന്താ അത്? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവും. ഇത്രയും പറഞ്ഞു തരാൻ പറ്റും. ഞാൻ ജൂണിലെ നിലാമഴ എന്നൊരു പാട്ട് പാടി. ആ പാട്ടുമായിട്ട് കണക്ട് ചെയ്യേണ്ട മാസം ജൂൺ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ ഒരു ഗസ് അടിച്ചേക്കാം. ജൂൺ 30. എന്റെ പൊന്നു മോളെ, ഊഹിച്ചിട്ടാണെങ്കിലും ഒരു ഉത്തരം ശരിയായിട്ട് പറഞ്ഞില്ലല്ലോ. ഓപ്ഷൻസ് എടുത്തോ. ജൂൺ 21. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ നമ്മളെ പറ്റിക്കണല്ലാന്ന്. അത് മനസ്സിലായി. അല്ലേ? നാക്ക് കൊണ്ട് മൂക്ക് തൊടുക. പറ്റില്ല, ഞാൻ നോക്കിയിട്ടില്ല. നാക്ക് കൊണ്ട് ഒരിക്കലും ഈ നാക്ക് കൊണ്ട് മൂക്ക് തൊടാൻ പറ്റും? ഇല്ല, പറ്റണില്ല. എനിക്ക് ഒന്നാമത് നീളം കുറവാ, കയ്യും കാലും. ഹെയർ സ്റ്റൈൽ മാറ്റാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോ ഞാൻ ട്രൈ ചെയ്തില്ലേ? ലിപ്സ്റ്റിക്ക് പോകുന്ന പേടിച്ചിട്ടാണോ? അതൊന്നുമല്ല. അത് പറ്റില്ല. പറ്റും. ഇല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് വീട്ടില്. ഞാൻ ശരിയാക്കി. ഞാൻ പറഞ്ഞില്ല. ഇവിടെ എന്റെ മേക്കപ്പ് പോയാ? എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഇത് പറ്റത്തില്ലാത്ത സ്ഥിതിക്ക് ലുങ്കി പിടിക്കുക. ലുങ്കി പിടിച്ച് കെട്ടുക. ലുങ്കി കൊടുക്കുക. എന്നിട്ടൊരു പാട്ടങ്ങ് ഇടുക.
வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா சர்தா பீடா போலே என் பேரத்தான் மெல்லுவா வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா சர்தா பீடா போலே என் பேரத்தான் மெல்லுவா எவனு ஏறலாமா கூட வகம் பசங்க സൂപ്പർ 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 ചോദ്യങ്ങൾ കണ്ടോ അയ്യോ നോക്കാൻ പറ്റിയില്ല. കണ്ടില്ല ഉറപ്പല്ലേ അടുത്ത വീട് ഇത്രയും വലിയ ടാസ്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവോ? ഇത്രയും നല്ല ഗൗണൊക്കെ ഇട്ട് വന്നിട്ട് ലുങ്കി എടുത്തിട്ട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം. ആന. അയ്യോ ഈ മനുഷ്യൻ പുലിയാണ് കേട്ടോ. ഒരിക്കലും അല്ല. നിങ്ങൾ മറ്റേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? നിങ്ങൾക്ക് അഭിമാനിക്കാം. അത് എല്ലാ ഉത്തരവും അറിയാന്ന് പറഞ്ഞ വലിയ തെറ്റൊന്നുമല്ല. നല്ലൊരു ഗൈഡ് കൊടുക്കുക. വീണ്ടും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന നാട്. ഹോളണ്ടോ? ആ കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന നാട്. ഞാൻ നല്ലൊരു ടീച്ചർ ആവാനുള്ള ഭാവി എനിക്കുണ്ടായിരുന്നല്ലേ? ഒട്ടുമില്ല ഒട്ടുമില്ല. ചോദിക്കുമ്പോഴത്തേക്കും വടി എടുത്ത് കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന നാട്. ഹോളണ്ട്. അതിന്റെ ഒരു ക്ലൂ കൊടുക്കാട്ടോ. വെനീസ് ആയിരുന്നെങ്കിൽ നമുക്ക് ആലപ്പുഴ എന്നൊക്കെ പറയാം. 1 2 3 1 സെക്കൻഡ് വയനാട്. 4 വയനാട്. കറക്റ്റ് ആൻസർ. അല്ല കുട്ടി കുട്ടനാടാണ്. രണ്ടിലും ഒരു ആടുണ്ടെന്നേ ഉള്ളൂ. ആടില്ലേ? പക്ഷെ ആലപ്പുഴ അറിയാൻ പറഞ്ഞു. കുട്ടനാട് ആടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ഒന്നും വിടാൻ പറ്റത്തില്ല. എടുത്തോളൂ ഓപ്ഷൻസ് എടുത്തോളൂ. ഹോളണ്ട്. സ്കൂട്ടർ ഓടിക്കുക. സ്കൂട്ടർ ഓടിക്കാൻ ചിലപ്പോൾ എനിക്ക് ബാക്കി അറിയട്ടെ. ഈ ചോദ്യത്തിൽ നിന്നും താങ്കൾ ഇതില്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ ഇത് പറഞ്ഞ പറ്റില്ല. സ്കൂട്ടർ ആയിരിക്കും. സ്കൂട്ടർ ഓടിച്ചു. ഇല്ല. ഓടിക്കില്ലേ? ഇല്ല ഓടിക്കുവോ? ഞാൻ ഓടിക്കും. അപ്പൊ ജസ്റ്റ് ഈ ചോദ്യത്തിൽ നിന്ന് ഈ ചോദ്യത്തിൽ നിന്ന് സ്കൂട്ട് ആയിക്കോന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ക്വിസ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലൊരു കൈയടിക്കാം. ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞ ആളെന്ന നിലയിൽ തീർച്ചയായിട്ടും വിനയ് ഫോർട്ട് തന്നെയാണ്. ശ്രുതയെ മാക്സിമം ട്രൈ ചെയ്തു. 1-2 മാത്രമേ മിസ്സായിട്ടുള്ളൂ. സമ്മാനദാനം നിർവഹിക്കുന്ന ശ്രുത തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രുതയായിരുന്നു. ലാസ ഐസ്ക്രീം സ്പോൺസർ ചെയ്യുന്ന 4000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് വിനയ്. ശരിക്കും പറഞ്ഞ റിയൽ ഫ്രൂട്ട്സ്, റിയൽ ഐസ്ക്രീം, സൂപ്പർ നാച്ചുറൽ. അതാണ് നമ്മുടെ ലാസ ഐസ്ക്രീം. ഓക്കെ, രസകരമായ ഒരു എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എത്രത്തോളം രസകരമായി എന്ന് ഞാൻ ചോദിക്കട്ടെ? ഭയങ്കര രസകരമായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പ്രോഗ്രാം വീട്ടിലിരുന്ന് കാണുമ്പോൾ ഇങ്ങനെ ഓരോ സെഗ്മെന്റ്സ് കൊടുക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര ഞാനൊക്കെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്കിലും പറയാൻ പറ്റണമെന്ന് വിചാരിച്ചിരുന്നു. ശരി, ഇനി അടുത്ത ശ്രദ്ധയുടെ ഭാവി വരനെ പറ്റി സംസാരിച്ചില്ല. പക്ഷെ ടോപ്പിക് എവിടേക്കോ വഴിതെറ്റിപ്പോയി. പക്ഷെ ആൾക്കാർ ഇപ്പോഴും തുടക്കം തൊട്ടേ ഭാവി വരനാരാ, ഹിന്ദിക്കാരനാണോ, തമിഴനാണോ, തെലുങ്കനാണോ, പല നാടുകളിലും പോയി അഭിനയിക്കുന്നവരാണ്. അപ്പൊ ഏത് നാട്ടുകാരനെ ആയിരിക്കും കെട്ടുക? മലയാളിയെ കെട്ടുമോ? ചൈനയാണോ? ചൈനീസ്. എന്താ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? ഫേസ് കൊണ്ടുള്ള ഒരു താതാത്മ്യം. ശരി, പറ. ആ ഭാവി വരന്റെ ഇല്ല, ഒരിക്കലും ഇല്ല. ഭാവി വരന്റെ ലക്ഷണങ്ങൾ പറ. അല്ലെങ്കിൽ കണ്ടു വെച്ചേക്കുന്ന ആളുടെ പേര് പറഞ്ഞാലും മതി. ഇല്ല, അതൊന്നും ഇപ്പൊ അങ്ങനെ ഇതായിട്ടില്ല. അല്ല, പുള്ളി സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എതിർക്കുവോ അതെയോ വിവാഹബന്ധം വേർപെടുത്തിയിട്ട് അഭിനയിക്കുവോ? അങ്ങനെ ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ എന്തായാലും കല്യാണം കഴിക്കില്ല. കുറച്ച് അല്ല, ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച എന്താ ഇപ്പൊ അഭിനയിക്കുന്നത്? അത് നിങ്ങളുടെ ഉത്തരവാണത്. എല്ലാ ആളുകൾക്കും ഓരോ പ്രൊഫഷൻ ഉണ്ട്. അതേപോലെ നമ്മുടെ പ്രൊഫഷൻ അത് നിങ്ങൾ പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമയിൽ അഭിനയിച്ചാൽ എന്താ? എന്റെ കെട്ടിനെ എന്നെ അനുവദിച്ചു ഞാൻ അഭിനയിക്കും. തീർച്ചയായിട്ടും അനുവദിക്കും. അല്ല, എന്റെ ഒരു ഒപ്പീനിയൻ അതാണ്. തീർച്ചയായിട്ടും. ഇനിയാണെങ്കിൽ ഇനി എന്നാണ് അങ്ങനെ ഒരു കുടുംബം, കുട്ടികളെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്? എനിക്ക് തോന്നുന്നു വളരെ അടുത്തുണ്ടാവുമായിരിക്കും. ഫോർട്ട് കൊച്ചി, ഫ്രം ഫോർട്ട് കൊച്ചി. ഒരിക്കലും ഏതെങ്കിലും പദാമ മിക്കവാറും ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം നമ്മുടെ റാപ്പിഡ് ഫയർ സെക്ഷൻ ഒരു ചെറിയ കുസൃതി ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് വിജ്ഞാനം, അങ്ങനെ പൊതുവിജ്ഞാനത്തെ യാതൊന്നും ഇല്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നും. പക്ഷേ രസകരമായ ഉത്തരങ്ങളായിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇത് നിസ്സാരമായിട്ട് എടുക്കണ്ട. ഇതിനും സമ്മാനമുണ്ട്. ലാസ്റ്റ് തന്നെ നൽകുന്ന 4000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറിന്റെ ഒരു ഉഗ്രൻ സമ്മാനമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഉത്തരം പറയുന്ന ആർക്കായിരിക്കും സമ്മാനം. ആദ്യം വിനയനോടാണ്. മനുഷ്യൻ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? കറക്റ്റ്, പാന്റ് ഇടുമ്പോൾ. അതായത് ഞങ്ങൾ ഉദ്ദേശിച്ച മറ്റേ കാല് പൊക്കുമ്പോൾ. അങ്ങനെ വരാലോ. അരി തിന്ന് ആശാരിച്ചേയും കടിച്ചു.
പിന്നെ നായ്ക്ക് മുറുമുറുപ്പ് ഇംഗ്ലീഷിൽ പറയുക. ആര് പറയണം? വിനയ്. റൈസ് സിറ്റിംഗ്. ആശാരിച്ച് ഓൾസോ ബൈറ്റ്. Again. Dog മുറുമുറുപ്പ്. മുറുമുറുപ്പ്. ബാർക്കിംഗ് ഓൾവേസ്. അതെ. കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്ന് പറയാനുള്ള കാരണം? കൊച്ചി കണ്ടവന് അച്ചി വേണ്ട. ഒരുപാട് സുന്ദരികളുള്ള സ്ഥലങ്ങളാണ്. അതായിരിക്കോട്ടെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനി ഒരു ഭാര്യ എന്ന് പറഞ്ഞ് അതിന്റെ പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. ഒരുപാട് അച്ചികൾ. സെലക്ഷൻ ചോയ്സ്. ഏറ്റവും വലിയ ഹെൽമെറ്റ് ഇടുന്ന ക്രിക്കറ്റ് താരം? തമാശ രീതിയിൽ ചിന്തിക്കുക. ഹർഭജൻ സിംഗ് ആയിരിക്കും. ഏതാ? ഹർഭജൻ സിംഗ്. അയ്യടാ. അല്ല ഇതും കെട്ടി ഏറ്റവും വലിയ തലയുള്ളവൻ അവനല്ലേ ഏറ്റവും വലിയ ഹെൽമെറ്റ് ഇടുന്നത്? അത്രേ ഉള്ളൂ. പുള്ളിക്ക് ഇതും കൂടെ കെട്ടിയിട്ട് അതിന്റെ സിനിമ നല്ലതോ ചീത്തയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ആളുകളുടെ ഫോൺ വിളി വരുമ്പോൾ അറിയാം. റിലീസ് ഡേറ്റ് അറിയാൻ പറ്റുമോ? ഓക്കെ ശരി. അടുത്ത ശ്രദ്ധയോട്. ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആനിമൽ? മനുഷ്യനായിരിക്കും. അല്ല, ആനിമൽ. അതാ പറഞ്ഞത്. അങ്ങനെ ആക്കാം. ഇനി അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ചുണ്ടലി. കാരണം ഗണപതിയുടെ വാഹനമാണല്ലോ. ഓ അങ്ങനെ. പല ടെസ്റ്റുകളുണ്ട്. ക്ലാസ് ടെസ്റ്റ്, PSC ടെസ്റ്റ്, എൻട്രൻസ് ടെസ്റ്റ്. കോപ്പി അടിക്കാൻ പറ്റാത്ത ടെസ്റ്റ് ഏതാണ്? കോപ്പി അടിക്കാൻ പറ്റാത്ത ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ്. ഓക്കെ. ഇലനക്കിപ്പട്ടിയുടെ കിരുനക്കിപ്പട്ടി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. ഇലനക്കിപ്പട്ടിയോ? ലീഫ് ലിക്കിംഗ്. Leaf licking dogs. മൗത്ത് ലിക്കിംഗ് ഡോഗ്. ഓർഡിനറി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ബസ്സുകളുടെ വ്യത്യാസം എന്ത്? സൂപ്പർ ഫാസ്റ്റ് കുറേ സ്പീഡിൽ പോകും, പിന്നെ എല്ലാ സ്റ്റോപ്പിലും നിർത്തൂല. ഇതെല്ലാ സ്റ്റോപ്പിലും നിർത്തി ഇത് 2 സർവീസ് നടത്തുന്ന ടൈം കൊണ്ട് ഇത് ഭയങ്കര സീരിയസ് ആയി പോട്ടെ ഇവരുടെ ഉത്തരങ്ങളെല്ലാം. എന്തായാലും റാപ്പിഡ് ഫയർ സെക്ഷൻ അവസാനിക്കുമ്പോൾ സമ്മാനം ലഭിക്കുന്നത് താരതമ്യേന അത്യാവശ്യം നല്ല ഉത്തരം പറഞ്ഞതെന്ന് പറയാൻ നമുക്ക് ശ്രുതിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ കൊച്ചിന് ഒന്നും കിട്ടിയില്ല. എനിക്ക് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% ഡിസേർവിംഗ് ആണ് ഈ സമ്മാനം. കൊടുത്തിരിക്കും. അതെ. ലാസയുടെ 4000 രൂപ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചറാണ്. അമ്മയുടെ മുഖമൊക്കെ മാറി തുടങ്ങി. എന്റെ കൊച്ചിനെ വിളിച്ചു വരുത്തിട്ട് ഇതുവരെ നിങ്ങൾ ഒരു സമ്മാനം കൊടുത്തില്ല. അമ്മ കലിപ്പിച്ചെന്നെ നോക്കി പല്ലിറുതി കാണിക്കുന്നു. ഗിഫ്റ്റ് വൗച്ചർ റിയൽ ഫ്രൂട്ട്സ് റിയലൈസ് സൂപ്പർ നാച്ചുറൽ. താങ്ക് യു. വിനയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ആർക്കെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു സമ്മാനം കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ഓർഡിനറിയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു നായിക ശ്രുത. അതിനുശേഷം ഒരുപാട് റോളുകൾ. ഇപ്പോൾ കൂതറ. ചെയ്തുകൊണ്ടിരിക്കുന്ന 6ാമത്തെ മൂവി. ആറാമത്തെ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂതറയെ കൂടാണ്ട് വേറെ ഏതൊക്കെയായിരുന്നു? ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് മലയാളം കൂതറയാണ് ഷൂട്ട് കഴിഞ്ഞത്. ഇനിയിപ്പം കുതിര മെയിൽ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മേറെ മലയാളം. ഓക്കെ. ഈ കുതിര മെയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത 7ാമത്തെ മൂവിയിലോട്ട് പോകണോ വേണ്ടി തീരുമാനിക്കുന്നത്. ഇനി അടുത്ത് അതുപോലെ വിനയ് ആണെങ്കിലും ഒത്തിരി സിനിമകളുടെ ഷട്ടർ, റാസ്പുട്ടിൻ, ഋതു ആണ് വിനയുടെ ആദ്യത്തെ ചിത്രം. വിനയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല കഥാപാത്രങ്ങൾ വിനയ്ക്ക് ഈ എപ്പിസോഡ് ടെലികാസ്റ്റോടെ കഴിഞ്ഞ് ഒരുപാട് അവസരങ്ങൾ തേടി വരട്ടെ. ഈ 1-1-3 പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞിട്ട് നമുക്കൊരു പാട്ട് പാടി അവസാനിപ്പിക്കാം. എനിക്ക് ഈ പരിപാടി കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പരിപാടി കാണുമ്പോൾ ഈ സൂത്രധാരന് നാടകത്തിലൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യമില്ല. അതായത് സൂത്രധാരൻ എന്തും പറയാം, ആരെന്തും വിളിക്കാം, ആർക്കും ഒരു പരിഭവമില്ലാത്തൊരു അവസ്ഥ. അല്ലെങ്കിൽ കാണുന്ന ആളുകൾ മനസ്സിൽ തട്ടി ഞാൻ ഒരിക്കലും പറയാറുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. മനസ്സിൽ തട്ടി പറഞ്ഞാൽ നമ്മളെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞ ആ പറച്ചിലൊരു വേറൊരു അർത്ഥം വരും, എങ്ങനെയും വരും. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം ഇന്നേവരെ ആരോടും ചെയ്തിട്ടില്ല. അല്ല, എല്ലാവരും അത് പോസിറ്റീവായിട്ട് എടുക്കുക വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലയേറിയ വാക്കുകൾക്ക് നന്ദിയുണ്ട്. ഞാൻ പിന്നെ 1-1-3 കുറിച്ച് എനിക്ക് തോന്നുന്നു ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും റിമി ചേച്ചിക്ക് വാട്സപ്പിൽ ഞാൻ അതിന്റെ കമന്റ്സ് ഞാൻ അയക്കാറുണ്ട്. എപ്പിസോഡിന്റെ അഭിപ്രായങ്ങൾ അപ്പം അറിയിക്കാറുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് ആ കുട്ടിയുടെ. ആ കുട്ടിക്ക് വേണമെങ്കിൽ അയക്കാണ്ടിരിക്കാം, എനിക്ക് തിരിച്ചയക്കാണ്ടിരിക്കാം. പക്ഷെ ഞാൻ അയക്കുന്നുമില്ല, ആ കുട്ടി ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. ഞങ്ങൾ കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഈ ഷോ നിങ്ങൾ 9:30 തൊട്ട് 10:00 വരെ ഇരുന്ന് ആത്മാർത്ഥമായി സഹകരിച്ച് കാണുന്നു. അതിന് എല്ലാ പ്രേക്ഷകരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വിജയ് ഫാൻസിന് വേണ്ടി കുരുവി എന്ന ചിത്രത്തിലെ വിജയ് ആൻഡ് തൃഷ ശ്രമിക്കുന്നു. என நானும் மறந்தேன்
പറയുന്നു. താൽക്കാലികമായിട്ട് അടുത്ത ആഴ്ച പുതിയ തേൻ നുകരാനുള്ള വണ്ടുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഞാനും ശ്രദ്ധയും വിനയ് ഫോട്ടും ചേർന്ന് ടാറ്റാ ബൈ ബൈ.